ബേസിക്കലി നമ്മളോട് എന്താ പറഞ്ഞു തരാത്തത് എന്ന് ചോദിക്കുന്നതിന് പകരം നമുക്ക് എന്താ പറഞ്ഞു തന്നിട്ടുള്ളത്. ശരിക്കും ഞാൻ നേരത്തെ എൻ്റെ സെഷനിൽ സൂചിപ്പിച്ച പോലെ നമ്മൾ ഈ മണീനെ കുറിച്ച് അല്ലെങ്കിൽ ഫിനാൻസിനെ കുറിച്ച് ശരിക്കും എന്താ പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ജനറേഷൻസ് ആയിട്ട് എന്താ പറഞ്ഞു തന്നിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ പറഞ്ഞു തരാത്തതാണ് കൂടുതൽ. നമ്മൾ ഈ സബ്ജക്റ്റിനെ കുറിച്ച് പഠിച്ചതുമല്ല, ആരും പറഞ്ഞു തന്നതുമല്ല, നമ്മൾ ജീവിച്ചു പോയപ്പോൾ നമ്മൾ നടക്കാൻ പഠിച്ച പോലെ എങ്ങനെയൊക്കെയോ നമ്മൾ ചുറ്റുപാടുന്നും നമ്മുടെ സർക്കംസ്റ്റാൻസസ് ഒന്നും കിട്ടിയ അറിവാണ്. അപ്പോൾ ബേസിക്കലി ഈ നോളജ് കിട്ടിയത് സർക്കംസ്റ്റാൻസസ് എന്നായത് കാരണം നമ്മുടെ സർക്കംസ്റ്റാൻസസിൻ്റെ ക്വാളിറ്റി പലപ്പോഴും ഈ സബ്ജക്റ്റിനെ കുറിച്ചുള്ള നമ്മുടെ നോളജിൻ്റെ ക്വാളിറ്റിനെ ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ബേസിക്കലി ഇപ്പോൾ നമ്മൾ മണി എന്ന് പറയുമ്പോൾ ബിനോയ് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന കറൻസിയാണ്. അതൊരു ഫോർമാറ്റ് ഓഫ് മണിയാണ്. അപ്പോൾ ക്രിപ്റ്റോ കറൻസി ആണെങ്കിലും ഡിജിറ്റൽ കറൻസി എന്താണെങ്കിലും ഒക്കെ മണിയുടെ ഒരു ഫോർമാറ്റാണ്. ബേസിക്കലി മണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബേസിക് ഫോർമാറ്റിൽ നമ്മളുടെ എഫേർട്ടും നമ്മുടെ ടൈമും